ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്നവനാകുന്ന യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇവിടെ ചിന്തയിലേക്ക് നമ്മൾ കടക്കുകയാണ്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം. ഹീബ്രൂസ് ചാപ്റ്റർ 5 വേഴ്സ് 2 and 3. എബ്രായ ലേഖനം 5-ാം അധ്യായം 2-3 വാക്യം. ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ആ വാക്യങ്ങൾ വായിച്ചാട്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് മഹാപുരോഹിതൻ്റെ പദവിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിട്ട് പ്രധാനമായിട്ട് അഹരോൻ്റെ 3 ഗുണങ്ങളാണ് നമ്മൾ ചിന്തിക്കുവാനിടയായത്. 3 പ്രത്യേകതകൾ. അതിൽ ഒന്നാമത്തെ പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അഹരോൻ എന്നുള്ള അല്ലെങ്കിൽ ഒരു മഹാപുരോഹിതൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെടുന്നു. അതാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് എടുക്കപ്പെടുന്നത്. എന്താണ് അതിൻ്റെ പ്രാധാന്യത, എന്താണ് അതിൻ്റെ യോഗ്യതയൊക്കെ നമ്മൾ കഴിഞ്ഞ ആ ക്ലാസ്സിൽ കാണുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. മഹാപുരോഹിതന് ഉണ്ടാകേണ്ടതായിരിക്കുന്ന രണ്ടാമത്തെ ക്വാളിറ്റിയാണ് ഹിസ് ക്യാരക്ടർ, സ്വഭാവം. നോട്ട് ചെയ്താട്ടും. മഹാപുരോഹിതന് രണ്ടാമത് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, അത് ഹിസ് ക്യാരക്ടർ, തൻ്റെ സ്വഭാവത്തെയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്ന ചില പ്രത്യേകതകൾ. അതിൻ്റെ 2-ാമത്തെ വാക്യം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. അപ്പോൾ എന്ത് ക്യാരക്ടറാണ് അഹരോനിൽ കാണുവാൻ ഇടയായിത്തീർന്നത്? മറ്റുള്ളവരോട് സഹതാപം കാണിപ്പാൻ കഴിയുന്നവൻ. ഹാവ് സിമ്പതി, ടു ഷോ സിമ്പതി ടു അതേഴ്സ്. മറ്റുള്ളവരോട് സഹതപിപ്പാൻ കഴിയണം. ഇതാണ് മഹാപുരോഹിതൻ്റെ രണ്ടാമത്തെ ക്വാളിറ്റി. മറ്റുള്ളവരോട് സഹതപിപ്പാൻ കഴിയണം. ഇത് തൻ്റെ ക്യാരക്ടർ, മഹാപുരോഹിതൻ്റെ തൻ്റെ ക്യാരക്ടറെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തന്നെ പറയുന്ന പല ക്വാളിറ്റീസ് ഉണ്ട്. ഞാൻ ആ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. തന്നെ എങ്ങനെയായിരിക്കണം തൻ്റെ സംസാരം, എങ്ങനെയായിരിക്കണം താൻ മുൻപോട്ട് പോകുക, ഇതെല്ലാം വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന തൻ്റെ സ്വഭാവം, ആ സ്വഭാവത്തിൽ അത് പ്രധാനമായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന്, സഹതപിക്കുവാനുള്ള കഴിവ് മഹാപുരോഹിതനുണ്ടായിരിക്കണം. കരങ്ങളുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇവിടെ ആരോടാണ് സഹതപിക്കേണ്ടത്? പ്രധാനമായിട്ട് 2 കൂട്ടം ആൾക്കാരോട് സഹതാപം കാണിക്കണമെന്ന് ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു. ആ വാക്യം വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കട്ടെ. അവിടെ പറയുന്നത്, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും. അപ്പോൾ 2 കൂട്ടം ആൾക്കാരോട് മഹാപുരോഹിതൻ സഹതപിക്കണം. അഥവാ നിങ്ങൾക്കറിയാം, മഹാപൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുക. മനുഷ്യർക്കും ദൈവത്തിനും ഇടിവിലാണ് മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, ഒരു പ്രവാചകൻ്റെ ശുശ്രൂഷ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, ഒരു പുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നത്. ശ്രദ്ധിക്കുക വേർഡ്. ഒരു പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത് മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുക. മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുമ്പോൾ പ്രധാനമായിട്ട് അവിടെ പറയുന്നത് 2 കൂട്ടം ആൾക്കാരെയാണ് തൻ്റെ മുൻപിൽ പ്രസൻറ്റ് ചെയ്തത്. ഒന്ന്, അറിവില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ. രണ്ടാമത്തത്, വഴിതെറ്റിപ്പോകുന്ന ഒരു കൂട്ടം. നിങ്ങൾക്കറിയാം, മഹാപൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ശുശ്രൂഷ 2 കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു? ഒന്ന്, എന്തിനു വേണ്ടി ആ പുരോഹിതനെ വിളിച്ച് ദൈവമാക്കിയത്? ഒന്ന്, സാക്രിഫൈസ്, യാഗം അർപ്പിക്കേണ്ടത്. 2, വഴിപാടർപ്പിക്കേണ്ടത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുമായിട്ടാണ് മനുഷ്യരുടെ കയ്യിൽ നിന്ന് പുരോഹിതൻ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുന്നത്. ഒന്ന് യാഗമർപ്പിക്കുവാൻ, 2 വഴിപാടർപ്പിക്കുവാൻ. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി, മനുഷ്യന് വേണ്ടി പുരോഹിതൻ നിൽക്കുമ്പോൾ, ഈ മഹാപുരോഹിതൻ മനുഷ്യനോട് സഹതപിപ്പാൻ കഴിയുന്നവനായിരിക്കണം, സഹതാപം കാണിപ്പാൻ കഴിയുന്നവനായിരിക്കണം. എന്താ സഹതപിക്കുവാൻ കഴിയേണ്ട കാരണം അവിടെ പറയുന്നത്? ഒന്ന്,
രണ്ട് കൂട്ടം ആൾക്കാർ സഹതപിക്കണം. ഒന്ന്, അറിവില്ലാത്തൊരു കൂട്ടം എന്ന് പറഞ്ഞാൽ ഇഗ്നറൻ്റ് ആയിരിക്കുന്ന ഒരു കൂട്ടം. മഹാപുരോഹിതനെ ദൈവം ആർക്ക് വേണ്ടി പുരോഹിതനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രത്യേകമായിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കൂട്ടം എന്ന് പറയുന്നത് അറിവില്ലാത്തൊരു കൂട്ടം. എന്താണ് അറിയുക? ഞാൻ പറയുണ്ടായി, യാഗത്തിന് വേണ്ടിയാണ് മഹാപുരോഹിതനെ വെച്ചിരിക്കുന്നതെങ്കിൽ യാഗം കഴിക്കേണ്ട ആവശ്യമെന്ന് പറയുന്നത് ജനം പാപം ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ പാപം ചെയ്തിട്ട് ആ പാപത്തെക്കുറിച്ച് അറിവില്ലാതിരിക്കുന്ന ഒരു കൂട്ടം, പാപം ചെയ്ത് വഴിതെറ്റിപ്പോകുന്ന വേറൊരു കൂട്ടം. ഈ രണ്ട് കൂട്ടങ്ങളെ മഹാപുരോഹിതൻ റെപ്രസെന്റ് ചെയ്ത് ഒരു വാക്യം വായിച്ചിട്ട് നമ്പേഴ്സ് ചാപ്റ്റർ 15 വേഴ്സ് 29 and 30. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 29-30 വാക്യം. അവിടെ പറയുന്ന വേർഡ് ഇപ്രകാരമാണ്: ഇസ്രയേൽ മക്കളുടെ ഇടയിൽ വന്ന് പാർക്കുന്നവൻ, അതാരായിക്കൊള്ളട്ടെ, പക്ഷേ അവർ പാപം ചെയ്തു. എങ്ങനെയുള്ള പാപം അവർ ചെയ്തത്? ആ വേർഡ് ഒരിക്കൽ കൂടെ: അബദ്ധവശാൽ പാപം ചെയ്തവൻ. അപ്പോൾ സിൻ ഓഫ് ഇഗ്നറൻസ്, അറിവില്ലായ്മയുടെ പാപം. ഇന്ന് രാത്രി ചില വിഷയങ്ങൾ അതുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് തോന്നുന്നു BTHൽ അവർ വളരെ നന്നായിട്ട് ഈ വിഷയം പഠിക്കുകയുണ്ടായി. സിൻ ഓഫ് ഇഗ്നറൻസ് ഒന്ന് നോട്ട് ചെയ്താട്ട്. അറിവില്ലായ്മയുടെ പാപം, അറിവില്ലാതെ ചെയ്യുന്ന പാപം. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അറിവില്ലാതെ ചെയ്യുന്ന പാപത്തിനാണോ ദൈവം യാഗം കൊടുത്തത്? പാപം പ്രധാനമായിട്ട് രണ്ട് രീതിയിൽ. 15-ാം അധ്യായം 30-ാമത്തെ വാക്യം. നമ്പേഴ്സ് ചാപ്റ്റർ 15 വേഴ്സ് 30. 15-ാം അധ്യായം 30-ാമത്തെ വാക്യം. കരുതി കൂട്ടിക്കൊണ്ട് പാപം ചെയ്താൽ, പർപ്പസ്ലി പാപം ചെയ്താൽ എന്താണ് അതിൻ്റെ ശിക്ഷ? കരുതി കൂട്ടി ആരെങ്കിലും പാപം, ഇത് ഇപ്പോഴത്തെ പ്രമാണമല്ല, പഴയ നിയമത്തിൻ്റെ പ്രമാണം. കരുതി കൂട്ടി ആര് പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ വ്യക്തി എന്ത് ചെയ്യണം? പിന്നീട് ഒരു യാഗവും ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല, അവനെ കൊല്ലുക മാത്രമാണ് വേണ്ടത്. അപ്പോൾ കരുതി കൂട്ടി പർപ്പസ്ലി ആരെങ്കിലും പാപം ചെയ്താൽ അതിൻ്റെ അനന്തര എഫക്റ്റ് എന്ന് പറയുന്നത് അവനെ കൊല്ലുക. കാരണം പിന്നീട് അവൻ ജീവനോട് ഇരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് അഹങ്കാരത്തോടുകൂടെ പാപം ചെയ്തതുകൊണ്ട് പിന്നീട് ആ വ്യക്തിയെ ഭൂമിയിൽ വെച്ചേക്കുവാൻ ദൈവം അലവ് ചെയ്യുന്നില്ല. പിന്നീട് ആർക്കാ രക്ഷപ്പെടുവാൻ മാർഗമുള്ളത്? അറിയാതെ പാപം ചെയ്തു, അറിഞ്ഞില്ല, പാപമാണെന്ന് അറിഞ്ഞില്ല, അറിയാതെ പാപം. 1-2 എക്സാമ്പിൾ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ വിഷയം മനസ്സിലാക്കുവാൻ സാധിക്കും. ഒന്ന് വായിച്ചിട്ട് 1 ശമൂവേൽ പുസ്തകം 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. 1 Samuel chapter 21 verse chapter 14 verse 27. 1 ശമൂവേൽ 14-ാം അധ്യായം 27-ാമത്തെ വാക്യം. നിങ്ങൾ മനസ്സിലാക്കണം, യോനാഥാൻ, നിങ്ങൾക്ക് ഈ സംഭവം അറിയാം. ശൗല് യുദ്ധം ചെയ്യുവാനായിട്ട് പുറപ്പെട്ടു. യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ശൗൽ ഒരു തീരുമാനമെടുത്തു പടജനവുമായിട്ട്. ആ തീരുമാനം ഇതായിരുന്നു: യുദ്ധം കഴിയുന്നത് വരെ ആരും ഒന്നും ഭക്ഷിക്കരുത്. ഈ ഒരു തീരുമാനം ശൗൽ രാജാവ് എടുത്തു. ജനത്തോടുമായിട്ടാണ് എടുത്തതെങ്കിലും ഈ പോകുന്ന വഴിയിൽ ആ പർട്ടിക്കുലർ സമയത്ത് യോനാഥാൻ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ആൾക്കാരെല്ലാം വളരെ ക്ഷീണിച്ചു, തളർന്നു. എന്തെങ്കിലും കഴിച്ചാൽ കിട്ടി കൊള്ളാമെന്നായി എന്ന സമയത്ത് അവിടെ ഒരു തേന് ഇറ്റിറ്റു വീഴുന്ന കാഴ്ച യോനാഥാൻ കണ്ടപ്പോൾ താൻ ആ തേൻ അല്പം കുടിക്കുവാനായിട്ടിടയായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, യോനാഥാൻ ശൗലെടുത്ത തീരുമാനത്തെ യോനാഥാൻ അറിഞ്ഞില്ല. പക്ഷെങ്കിൽ ശൗൽ ജനവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു തീരുമാനം എടുപ്പിച്ചു. ആ തീരുമാനം ഇപ്രകാരമായിരുന്നു: യുദ്ധം കഴിയുന്നത് വരെ നമ്മളൊന്നും ഭക്ഷിക്കത്തില്ല. എന്നാൽ ആ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ഇത് കേൾക്കാതിരുന്ന യോനാഥാൻ പാപം ചെയ്തപ്പോൾ, ആ തെറ്റ് അതിന് എഗ്നസ്റ്റായിട്ട് ചെയ്തപ്പോൾ വാസ്തവത്തിൽ എന്താ സംഭവിച്ചത്? അന്ന് അവർ ജയിക്കുവാനായിട്ട് സാധ്യമാകാതെ യുദ്ധം ഒരു പ്രതിസന്ധിയിലേക്ക് കടന്നു വരുവാൻ കാരണമായി തീർന്നു. നിങ്ങൾ മനസ്സിലാക്കണം, യോനാഥാൻ ഇത് അറിഞ്ഞതേ ഇല്ല ഈ നിയമം വെച്ചത്. എങ്കിലും ഈവൻ അറിയാതിരുന്ന സമയത്തും അങ്ങനെ ഒരു നിയമമുണ്ടായിരുന്നത് കൊണ്ട്, ആ നിയമം താൻ ലംഘിച്ചത് കൊണ്ട് താന് തെറ്റുകാരനായി തീരുവാനിടയായി തീർന്നു. ഇതാണ് അറിയാതെ ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വശം ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 20 വേഴ്സ് 6. ഉൽപ്പത്തി 20-6. നീ ഇത് ഹൃദയ പരമാർത്ഥയോടെ ചെയ്തിരിക്കുന്നത് കൊണ്ട് നീ എന്നോട് പാപം ചെയ്യാതിരിപ്പാൻ മതി.
ഈ ഭാഗം നിങ്ങൾക്കറിയാം. അബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. അബിമേലെക്കിന്റെ മുൻപിൽ അബ്രഹാമിന്റെ ഭാര്യ കടന്നു പോകേണ്ട സമയം കടന്നു വന്നപ്പോൾ ഈവൻ അബ്രഹാം പറയുണ്ടായി, സാറ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ സാറ കൊട്ടാരത്തിൽ കടന്നു പോകേണ്ടതായിട്ട് വന്നത്. എന്നാൽ ആ രാജാവ് ആ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് പാപം ചെയ്യുവാൻ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ദൈവം അബിമേലെക്കിന് സ്വപ്നം കൊടുത്ത് ഇപ്രകാരമാണ്, അത് മറ്റൊരാളുടെ ഭാര്യയാണ്, അവളെ നീ തുടരുത്. ഈവൻ അബിമേലെക്ക് അത് ചെയ്തിരുന്നു എങ്കിൽ അത് പാപമായി പോയനേയും. കാരണം ഈവൻ ദോ അത് അറിയാതിരുന്നതാണ്. തൻ്റെ പക്കൽ ഹൃദയപരമാർത്ഥതയുണ്ട്, തൻ്റെ പക്കൽ തൻ്റെ ഹൃദയം അത് ക്ലിയർ ആണെങ്കിലും അത് ദൈവം നോക്കുമ്പോൾ ആ ഇൻസിഡൻസ് എന്ന് പറയുന്നത് പാപം ആയതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഈ പാപം ചെയ്തിരുന്നുവെങ്കിൽ ഈവൻ അറിയാതെയാണ് ഈ ചെയ്തതെങ്കിലും അതെന്തായി മാറ്റപ്പെടുമായിരുന്നു? പാപമാകുമായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, അറിയാതെ വരുന്ന പാപങ്ങൾ രണ്ട് രീതിയിലാണ് അതിൻ്റെ പ്രതികരണം വരുന്നത്. ഒന്ന്, പാപം കടന്നു വരുന്നതിന് മുമ്പായിട്ട് ദൈവം നമുക്ക് വേണ്ട അറിവ് തന്നോ നമ്മെ അതിൽ രക്ഷിക്കുന്നു. അതാണ് അബിമേലെക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പാപം ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്വർഗ്ഗത്തിലെ ദൈവം ഇടപെട്ടു. ആ ഇടപെട്ടുകൊണ്ട് അബിമേലെക്കിനെ അതിൽ നിന്ന് രക്ഷിക്കുവാനിടയായി. രണ്ട്, മറ്റൊന്ന് നമ്മൾ കണ്ടത്, ഈവൻ പാപം സംഭവിച്ചു, അതിൻ്റെ പരിണിത ഫലം അനുഭവിച്ചപ്പോഴാണ് ശൗൽ മനസ്സിലാക്കിയത് ജനം പാപം ചെയ്തു. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ പോയിന്റ് രണ്ടും നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഞാൻ പറഞ്ഞത് ഇവർ അറിയായ്മയുടെ കാലത്ത് പാപം ചെയ്യുവാൻ ഒരുങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം ഇടപെട്ട് ആ പാപം ചെയ്യുന്നതിൽ നിന്ന് ഇവരെ മാറ്റി, ഒഴിവാക്കി, അബിമേലെക്കിനെ രക്ഷപ്പെടുത്തി. എന്നാൽ രണ്ടാമത്തത്, ഈവൻ പാപം ചെയ്തു, പാപത്തിൻ്റെ പരിണിത ഫലം അവർ അനുഭവിച്ചപ്പോഴാണ് ശൗല് ഒന്ന് ചിന്തിച്ചത്, ആരാണ് പാപം ചെയ്തതെന്ന് ശൗൽ ചോദിച്ചു. അവസാനം ലോട്ട് ഒക്കെ ഇട്ട് വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ശൗലിൻ്റെ മകനും യോനാഥാന് ചീട്ട് വീണു. അവിടെയാണ് ശൗല തെറ്റ് മനസ്സിലാക്കി. എന്നാൽ ഒന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, അറിയാതെ ചെയ്ത പാപമാണെങ്കിലും അതിന് ശിക്ഷയില്ലെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ പരിണിത ഫലമായിരിക്കും നാം പാപം ചെയ്തുവെന്നോ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഞാൻ പറഞ്ഞത് വന്ന്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഈവൻ അറിയാതെ ചെയ്ത പാപമാ എന്ന് പറഞ്ഞാൽ ഞാൻ അത് അറിഞ്ഞേയില്ല, പാപമാണ് ഞാൻ അറിഞ്ഞേയില്ല. പക്ഷെ ഈവൻ ഞാൻ അറിയാതെ അത് ചെയ്തെങ്കിലും ഞാൻ ആ ചെയ്തപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? അത് പാപമായതുകൊണ്ട്, പാപമാണ് എനിക്ക് അറിയത്തില്ല എങ്കിലും ഞാൻ പാപമാണ് ചെയ്തുകൊണ്ട് സ്വർഗ്ഗത്തിലെ ദൈവം മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്കെന്ത് സംഭവിച്ചു? അതിൻ്റെ അനന്തര ഫലം ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ അനന്തരഫലം കടന്നു വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ചെയ്തത് പാപമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ഈവൻ നമ്മൾ അറിയാതെ ചെയ്തതാ, അറിഞ്ഞേ ഇല്ല. പക്ഷേ ഈ അറിയാതെ ചെയ്തതാണെങ്കിലും ആ അറിയാതെ ചെയ്തത് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം ഒരുക്കി എന്നുള്ളതാണ് പ്രാധാന്യമായിട്ടുള്ളത്. ദൈവം അത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ പാപമില്ലെന്ന് പറയുവാൻ സാധ്യമല്ല. എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും. ഈവൻ അറിയാതെ തന്നെ പാപം കടന്നു വരുവാൻ സാധിക്കും. എങ്കിലും ആ പാപത്തിൽ അവനെ കിടത്തുവാൻ ദൈവം ആഗ്രഹിക്കത്തില്ല. പിന്നെയോ അതിൽ നിന്ന് വിടുതലിനുള്ള മാർഗം ദൈവം ഒരുക്കും. എങ്ങനെയാ ദൈവം ഒരുക്കുന്നത്? ഞാൻ ഒന്ന് പറഞ്ഞു. ശൗലിൻ്റെ ജീവിതത്തിൽ ശൗൽ മനസ്സിലാക്കിയത്, ഇവർ പാപം ചെയ്തത് മനസ്സിലാക്കിയത് ആ യുദ്ധത്തിൽ താൻ പരാജിതനായി തീർന്നു. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് തൻ്റെ ജീവിതത്തിൽ പാപം കടന്നു വന്നത് മനസ്സിലാക്കിയത്. വേറൊരു എക്സാമ്പിളോട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം, ഇസ്രായേൽ ദേശത്ത് ദാവീദിൻ്റെ ഭരണകാലത്ത് 3 വർഷം തുടരെ ക്ഷാമമുണ്ടായി. 2 ശമൂവേൽ 21 അധ്യായമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. 2 ശമൂവേൽ ചാപ്റ്റർ 21. അവിടെ എന്താ സംഭവിച്ചത്? 3 വർഷം തുടരെ ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് ആലോചന ചോദിച്ചപ്പോൾ ദൈവം ഇപ്രകാരം പറഞ്ഞു, ശൗൽ ഗിബിയോന്യരെ കൊല്ലുകൊണ്ട് ദേശം രക്തപാതകമുണ്ട്, ദേശം പാപം ചെയ്തു. എന്നാ ദാവീദിന്റെ കാലത്ത് സംഭവിച്ച പാപമല്ല ഇവിടുത്തെ വിഷയം. ശൗലിന്റെ കാലത്ത്
ആരെ കൊന്നു? നിങ്ങൾക്കറിയാം, യോശുവയും ഗിബിയോന്യരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. എന്തായിരുന്നു ഉടമ്പടി? നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ നശിപ്പിക്കൽ, കൊല്ലത്തില്ല. എന്നാൽ ഈ ശൗൽ എന്ത് ചെയ്തു? ദൈവത്തോടുള്ള എരിവം കൂടിയപ്പോൾ ഈ ഗിബിയോന്യർ എന്ന് പറയുന്നത് ജാതികളാണെന്ന് മനസ്സിലാക്കി ഇവരെ ഈ ദേശത്ത് നിന്ന് മാറ്റുവാനായിട്ട് ആഗ്രഹിച്ചു, ദൈവത്തോടുള്ള എരിവില്ല. പക്ഷെ ചെയ്തത്, യോശുവയും ഈ ജനവുമായിട്ട് ചെയ്ത ഉടമ്പടിയുടെ ഒരു ലംഘനമാണോ ശൗല് ചെയ്തത്? ഈ ലംഘനം, ഈ ഉടമ്പടി, ഈവൻ ദോ സ്വർഗത്തിലെ ദൈവം അതിൻ്റെ പ്ലാനിങ് അതല്ലായിരുന്നുവെങ്കിലും യോശുവ ഈ ജനവുമായിട്ട് യഹോവയുടെ നാമത്തിൽ സത്യം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ കയ്യും അതിനോടുകൂടെ ഉണ്ട്. ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ കയ്യും ഈ തെരഞ്ഞെടുപ്പ്, ഈ ഉടമ്പടിയോടുകൂടെ ഉണ്ടായിരുന്നു. അഥവാ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഉടമ്പടി ചെയ്ത്. അതുകൊണ്ട് ദൈവത്തിന് ഒരിക്കൽ പോലും ഈ ഉടമ്പടിയെ ലംഘിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ കാലങ്ങൾക്ക് മുമ്പാടി ശൗൽ ചെയ്ത പാപമാണെങ്കിലും ദാവീദിന്റെ വർഷം വന്ന് ഭരണകാലത്തിലേക്ക് കടന്നു വന്നപ്പോൾ 3 വർഷം തുടരെ ക്ഷാമമുണ്ടായി. 3-ാമത്തെ വർഷം ക്ഷാമമുണ്ടായപ്പോൾ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, ഇതിനെന്തെങ്കിലും ഒരു കാരണമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നുപോയി ദൈവത്തോടൊന്ന് ചോദിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പാദങ്ങൾ മുട്ടുകളെ മടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ദാവീദിനോട് ഇപ്രകാരം പറഞ്ഞു, ദാവീദേ കുഞ്ഞേ, ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ശൗൽ അന്ന് ഗിബിയോന്യരെ കൊന്നതാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആവർത്തിച്ച് എന്തെങ്കിലും ആക്സിഡൻറ്റോ എന്തെങ്കിലും കടന്നു വരുന്നു, വൺ ആഫ്റ്റർ അനദർ വരുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോണം, അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ദൈവം, വേദപുസ്തകം പറയുന്നുണ്ട്, കുരികിൽ പാറിപ്പോകുന്നെങ്കിൽ ഒരു കാരണമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഒരു കാരണവുമില്ലാതെ ശാപം കടന്നു വരികയില്ല. എന്തെങ്കിലും ഒരു പേർപ്പസ് അതിൻ്റെ ബിഹൈൻഡ് ഉണ്ട്. ആ പർപ്പസ് കണ്ടുപിടിക്കാത്തിടത്തോളം കാലം ഈ പുറത്തു നിൽക്കുന്ന ഈ പരുവിനെ എത്രത്തോളം മരുന്ന് കെട്ടി ചികിത്സിച്ചുകൊണ്ട് മുൻപോട്ട് പോയാലും ആ പരു പൂർണ്ണമായിട്ട് കരിയത്തില്ല. ഇന്ന് ഒരിടത്ത് പൊങ്ങി അത് കരിഞ്ഞുവെങ്കിൽ നാളെ വേറൊരിടത്ത് അത് പൊങ്ങും. അത് പൂർണ്ണമായിട്ട് മാറ്റപ്പെടണമെങ്കിൽ അതിന് പ്രോപ്പർ ചികിത്സ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കിയോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്? അപ്പോൾ എന്താ ഇവിടുത്തെ വിഷയം? അറിയാതെ ചെയ്യുന്ന പാപം. ഒന്ന് വായിച്ചാട്ടെ, ലേവ്യ പുസ്തകം 5-ാം അധ്യായം 2-3 വാക്യം. ലെവിറ്റിക്കസ് ചാപ്റ്റർ 5 വേഴ്സ് 2 and 3. See, അത് അവന്, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, അത് അവന് മറവായിരിക്കുകയും ചെയ്താൽ അവൻ ആരാ? അശുദ്ധന. എന്ന് പറഞ്ഞാൽ ഈവൻ ദോ അവനത് അറിഞ്ഞില്ലെങ്കിലും അവൻ ആര് തന്നെ? അവൻ കുറ്റമില്ലാത്തവനല്ല. പക്ഷെ നടക്കുന്ന ആരെ പോലെ നടക്കുന്നേ? ഒരു പൂർണ്ണ വിശുദ്ധനെ പോലെ. പക്ഷേ സംഗതി അവൻ ആര് തന്നെ? അവൻ കുറ്റക്കാരനാ. അവനത് മറിഞ്ഞിരിക്കുക. അതുകൊണ്ട് അവനത് അറിയത്തില്ല. അവൻ്റെ കുറ്റമല്ല, അവനത് അറിയത്തില്ല. എങ്കിലും അവൻ പാപിയല്ലെന്നല്ല, അവൻ പാപിയ. പക്ഷെങ്കിൽ ഒരു കാര്യമുണ്ട് താഴെ, നെക്സ്റ്റ് വേഴ്സ്. അത് അറിയുമ്പോൾ, അണ്ടർലൈൻ ദാറ്റ്, അത് അറിയുമ്പോൾ. ഏത്? മറഞ്ഞു കിടക്കുന്ന പാപം അറിയുമ്പോൾ. അപ്പോൾ മറഞ്ഞു കിടക്കുന്നത് അറിയാതെ വരത്തില്ല. അത് അറിയണമെങ്കിൽ എന്താ അറിയേണ്ടത്? മാർഗം എന്തുവാണെന്നറിയാമോ? വേദപുസ്തകം പഠിച്ചാൽ ഒരു കാര്യമാണ് അറിയാനുള്ള മാർഗം, അതാണ് ട്രയൽസ്. അതാണ് ട്രയൽസ്, പരീക്ഷ. ഈ ട്രയൽസ് ആണ് ഇത് വെളിപ്പെടുത്തുവാനുള്ള ഒരു മാർഗം. നമ്മുടെ മുൻപിൽ കടന്നു വരുന്നത് ആ ട്രയൽസ്. അതായിരിക്കും ദാവീദിന്റെ ജീവിതത്തിൽ. ആ പാപത്തെ മനസ്സിലാക്കണമായിരുന്നുവെങ്കിൽ ഈ ദേശം 3 വർഷം ക്ഷാമത്തിൽ പോകണമായിരുന്നു. അപ്പോൾ ദാവീദ് ഒരു കാര്യം മനസ്സിലാക്കി, ഇതിനകത്ത് എന്തോ ഒരു മിസ്റ്ററി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണേ, ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെ? നമുക്ക് അത് മനസ്സിലാക്കാതിരിക്കുമ്പോൾ പലപ്പോഴും പരീക്ഷകൾ കൂടെ നടത്തും. പ്രധാനമായിട്ട് പെട്ടെന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, മറഞ്ഞു കിടക്കുന്ന 5 പാപങ്ങൾ, 5 things. ഞാൻ പ്രധാനമായിട്ട് ലേവ്യ പുസ്തകം 5-ാം അധ്യായം ഹോൾ ചാപ്റ്റർ നിങ്ങളത് വീട്ടിൽ പോയി വായിക്കുക. പക്ഷേ 5 ഡിഫറെൻറ്റ് സിൻസ് മറഞ്ഞു കിടക്കുന്നതിനെ ഞാനൊന്ന് പറഞ്ഞുതരാം. ദ ഫസ്റ്റ് വൺ, നോട്ട് വിറ്റ്നസിങ്
the voice of swearing, not witnessing the voice of swearing. വായിച്ചിട്ട് ചാപ്റ്റർ 5 വേഴ്സ് 1 പെട്ടെന്ന് മനസ്സിലാക്കി പോയാട്ട്. ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ കേൾക്കുകയോ അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ, ഒന്ന് അടുത്തിരിക്കുന്ന ആ കൈ കൊടുത്ത് പറഞ്ഞാട്ട് കേട്ട കാര്യം അറിയിച്ചില്ലെങ്കിൽ അത് പാപമാണെന്ന് പറ. കേട്ട കാര്യം അറിയിച്ചില്ല, അത് പാപമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ എന്തുവാന്ന്? എന്തുവാന്ന് മനസ്സിലായല്ലോ? നമ്മുടെ വിഷയത്തിൽ എന്തുവാന്ന് അറിയാമല്ലോ? എന്തുവാ? സുവിശേഷം അറിഞ്ഞിട്ട് പറയാതിരുന്നാൽ എന്തുവാ? കൈ കൊടുത്തവരെല്ലാം മനസ്സിലാക്കിയല്ലേ? ഓക്കെ, മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്നില്ല എങ്കിൽ, നമ്മൾ അറിഞ്ഞ കാര്യം അറിയിക്കാതിരിക്കുന്നുവെങ്കിൽ നാം പാപികളാണ്. 2, സെക്കൻഡ് വൺ, ഡിഫൈൽമെൻറ്റ്, അശുദ്ധിയെ തൊട്ടത്. ചാപ്റ്റർ 5 വേഴ്സ് 2 and 3. പഴയ നിയമത്തിൻ്റെ പ്രമാണം നിങ്ങൾക്കറിയാം. അശുദ്ധമായത് എന്തിനെങ്കിലും ഏതെങ്കിലും മനുഷ്യൻ തൊട്ടാൽ അവൻ അശുദ്ധനാണ്. ഡിഫൈൽമെൻറ്റ്, അശുദ്ധി. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്തുവാണെന്നറിയാമല്ലോ? ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും കന്മഷം നീക്കി ദൈവഭയത്തിൽ എന്ത് ചെയ്തു കൊള്ളുക? എന്ത് ചെയ്തു കൊള്ളുക? പറഞ്ഞാട്ടെ, എന്ത് ചെയ്തു കൊള്ളുക? വിശുദ്ധിയെ തികച്ചു കൊള്ളുക. എവിടെയായി പറഞ്ഞെന്നറിയാം? എവിടെയായി ഈ വാക്യം കിടക്കുന്നറിയാമോ? ഒരിക്കലും മറക്കരുത്. 2 കൊരിന്ത്യർ 7:1. അതിൻ്റെ ഏതാണ് ഈ വാഗ്ദത്തങ്ങളുള്ളത്? അതിൻ്റെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്. 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട്. ദൈവാലയങ്ങൾക്ക് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. വിശുദ്ധനും അശുദ്ധനും തമ്മിൽ എന്ത് യോഗ്യത? ദൈവ പൈതലും ജാതിയും തമ്മിൽ എന്ത് യോഗ്യത? ഡിഫൈൽമെൻറ്റ്. ഡിഫൈൽമെൻറ്റ് മനസ്സിലായല്ലോ? ഡിഫൈൽമെൻറ്റ് ഇവിടെയാണ് വേർപാട്. 3-ാമത്തത്, റാഷ് ഓത്ത്, പെട്ടെന്നുള്ള തീരുമാനങ്ങൾ. റാഷ് ഓത്ത്സ് ബ്രാക്കറ്റ് കൊടുത്താട്ട് ടേക്കിംഗ് ഔട്ട് ഓഫ് ഇമോഷൻസ്. ഔട്ട് ഓഫ് ഇമോഷൻസ്. ചാപ്റ്റർ 5 വേഴ്സ് 4. നമ്മൾ ആരും അത് ചെയ്യാത്തവരാതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചാട്ട് 5:4. നിർവിചാരം, ഒരു വിചാരവുമില്ലാതാ. ഒരു വിചാരവുമില്ല. വലിയ കാര്യമൊന്നും കഴമ്പ് കൊടുത്തിട്ടില്ല. അവസാനം ദൈവദാസൻ പറഞ്ഞു തീരുമാനം എടുക്കുന്ന എഴുന്നേക്കാൻ പറഞ്ഞു. വലിയ കഴപ്പൊന്നുമില്ല, ഞാനും അങ്ങ് എഴുന്നേറ്റ് വന്നു. അത്രയേ ഉള്ളൂ. താഴെ നിർവിചാരമായി ഗുണം ചെയ്യുവാനോ ദോഷം ചെയ്യുവാനോ അത് നമ്മുടെ കാര്യത്തിൽ അങ്ങനെ അല്ലല്ലോ. മറവായിരിക്കുകയും ചെയ്താൽ അവനത് അറിയുമെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൽ കൂടെ വന്നതിന് ഒരു പ്രവൃത്തി ഇല്ലെങ്കിൽ ദൈവം നമ്മളെ അറിയിക്കുമെന്ന് നമ്മളിങ്ങനെ തീരുമാനമെടുത്തെന്ന്. ഓക്കെ, റാഷ് ഓത്ത്. 4, ലെവിറ്റിക്കസ് ചാപ്റ്റർ 5 വേഴ്സ് 15. നിങ്ങൾ വീട്ടിൽ പോയി ലേവ്യ പുസ്തകം 5-ാം അധ്യായം പഠിക്കണം. ലേവ്യ പുസ്തകം 5-ാം അധ്യായത്തിന് 15-ാമത്തെ വാക്യം. വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്ത്. ഇന്നെന്തോ പുതിയ നിയമത്തിൽ നിന്നറിയാമോ? വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു. പുതിയ നിയമത്തിൽ എന്തുവാണെന്നറിയാമോ? 1 കമ്മ്യൂണിസ്റ്റ് സർവീസ്. 2 വിശുദ്ധ വസ്തുക്കളെ, യഹോവയുടെ വിശുദ്ധ വസ്തുക്കളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്താൽ എന്തുവാണെന്നറിയാം? അതിക്രമം. യഹോവയുടെ വിശുദ്ധ വസ്തുക്കൾ എന്തൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? എന്തൊക്കെയുണ്ട്? ദൈവത്തിൻ്റെ വചനം. മറ്റേതൊക്കെയുണ്ട്? ഇൻസ്ട്രുമെൻ്റൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന മാസം മേടിക്കുന്നതിൻ്റെ 10 ആർക്കുള്ളതാ? അതാരുടേതാ? അതെന്ത് വകയാ? അത് ആരെങ്കിലും എടുത്താൽ അവനെന്ത് ചെയ്യുക? പാപം ചെയ്യുക. ഓക്കെ,
നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇത് വായിച്ചോണം കേട്ടോ, അന്നേരം മനസ്സിലാക്കാം. 5 കമ്മിറ്റ് തിങ്സ് വിച്ച് ആർ ഫോർബിഡൻ. നിയമവിരുദ്ധമായത് ചെയ്താൽ. ചാപ്റ്റർ 5 വേഴ്സ് 17. ആരെങ്കിലും പിഴച്ചിട്ട്, അപ്പോൾ 5 കൂട്ടം കാര്യങ്ങളാണ് അബദ്ധവശാലുള്ള പാപം. ഈ 5 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ട് ഇവിടെ പറയുന്നു, പുരോഹിതൻ്റെ ജോലി എന്ന് പറയുന്നത് പുരോഹിതൻ അവനോട് എന്ത് ചെയ്യണം? സിമ്പതി കാണിക്കണം, മനസ്സലിവ് കാണിക്കണം. എന്താ അതിൻ്റെ കാരണം? എന്നാ അവിടെ ആദ്യം പറയുന്ന ഭാഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ ദിവസം നമ്മൾ മഹാപുരോഹിതൻ്റെ ഒരു തലയിലിരിക്കുന്ന ഒരു പൊൻപട്ടത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിലൊരു എഴുത്തുണ്ട്. എന്തായിരുന്നു എഴുത്ത്? യഹോവയ്ക്ക് വിശുദ്ധം. എന്തിനായി യഹോവയ്ക്ക് വിശുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ച് പോകുന്നത്? എന്താ അതിൻ്റെ കാരണം? എന്നായിരുന്നു? എന്തായിരുന്നു കാരണം? എന്തിനു വേണ്ടിയാണ് ഈ എഴുത്ത് എഴുതി വെച്ചുകൊണ്ട് പുരോഹിതൻ അകത്തോട്ട് പോകുന്നേ? 28 അധ്യായം, പുറപ്പാട് 28. എന്തിനു വേണ്ടി അത്? അതിൻ്റെ 36 വാക്യം വായിച്ചിട്ട് 38 വാക്യം, 36 and 38. അതാണ് വിഷയം. യഹോവയ്ക്ക് വിശുദ്ധമെന്ന് കൊത്തേണം. എന്തിനു വേണ്ടി? 38. അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുന്നത്? തങ്ങളുടെ സകല വിശുദ്ധ വഴിപാടുകളിലും. അപ്പോൾ ഈ വഴിപാട് എന്തുവാ? വിശുദ്ധമാ. ഈ സകല വിശുദ്ധ വഴിപാടുകളിലും നെക്സ്റ്റ് വേർഡ് പറയുന്നത് ശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ. അപ്പോൾ വിശുദ്ധ വസ്തുക്കൾക്ക് എന്തോ ഉണ്ട്? കുറ്റമുണ്ട്. മനസ്സിലായി ഞാൻ പറഞ്ഞു വന്നേ? വിശുദ്ധ വസ്തുവിന് എന്തോ ഉണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ കാഴ്ചപ്പാടിൽ വിശുദ്ധമെന്ന് പറയുന്നത് ദൈവത്തിന് മുൻപാകെ അതെന്തോ ഉള്ളതാ? കുറ്റം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും ആർക്കും തന്നെ പ്രശംസിക്കുവാൻ സാധ്യമില്ലാത്ത ഒന്നാണ് അവൻ്റെ ജീവിതത്തിൽ എന്തില്ലെന്നുള്ളത്. കുറ്റമില്ല എന്ന് ആർക്കും പറയുവാൻ സാധ്യമല്ല. ഈവൻ ചെയ്യുന്ന വിശുദ്ധ വസ്തുക്കളാ, ദൈവത്തിന് മുമ്പ് കൊണ്ടുവന്ന വിശുദ്ധ വസ്തുക്കളാ. പക്ഷെങ്കിൽ ഞാൻ ചിന്തിക്കുമായിരിക്കാം, ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന് ഞാൻ വളരെ കാര്യമായിട്ട് സൂക്ഷിച്ച് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അത് വിശുദ്ധമാകണമെന്നില്ല, അതിന് കുറ്റമുണ്ട്. ഇവിടെ ഒരു വ്യക്തി യാഗം കഴിക്കുമ്പോൾ, വിശുദ്ധ മൃഗത്തിൻ്റെ യാഗം കഴിച്ചിട്ട് ആ യാഗത്തിൻ്റെ രക്തവുമായിട്ട് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി സമാഗമന കൂടാരത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഈ രക്തമല്ല ഈ വ്യക്തിയെ ഇത്രത്തോളം മാന്യനാക്കി തീർത്തത്. പുരോഹിതൻ്റെ നെറ്റിയിൽ ഒരു പട്ടമുണ്ട്. ആ പട്ടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുണ്ട്, ഇത് യഹോവയ്ക്ക് വിശുദ്ധ എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള സകല മലിനതകളും തൻ്റെ നെറ്റിയുള്ള പട്ടം കവർ ചെയ്യുക. മനസ്സിലായോ? കൊണ്ടുവന്ന എന്താണെന്നറിയാമോ? യാഗരക്തം. എല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുസരണമായിട്ടാണ് ഈ യാഗമൃഗത്തെ കൊണ്ടുവന്നതെങ്കിൽ, അതിനെ ബലി കൊടുത്തതെങ്കിൽ, ഈ ബലി കൊടുത്ത രക്തവുമായിട്ട് പുരോഹിതന് അകത്തേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് മുഴുവൻ വിശുദ്ധമാണെന്നല്ല. ദൈവത്തിൻ്റെ വിശുദ്ധ വചനം പറയുന്നു, അഹരോൻ്റെ മുൻപിൽ വിശുദ്ധീകരിക്കുന്ന വിശുദ്ധ വസ്തുക്കളുടെ കുറ്റം അവൻ തൻ്റെ നെറ്റിയിൽ വഹിക്കണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഷോർട്ട് കമ്മിങ്സ് മാറ്റുവാനുള്ള ഒരു കാരണമാണ് തൻ്റെ നെറ്റിയിൽ വെച്ചിരിക്കുന്ന ഈ പൊൻപട്ടം. എന്ന് പറഞ്ഞാൽ എത്രമാത്രം വിശുദ്ധീകരിച്ചാലും അതിനകത്ത് എന്തോ ഉണ്ട്. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അതിനകത്ത് കുറ്റമുണ്ട്. എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. ഇവിടെ നമ്മൾ കാണുന്നത് അറിയാതെ ചെയ്യുന്ന പാപം, മനസ്സിലാക്കാതെ ചെയ്യുന്ന പാപം. അപ്പോൾ ഈ പാപം ചെയ്യുമ്പോൾ മഹാപുരോഹിതൻ ഈ ജനത്തോട് എന്ത് ചെയ്യണം? മനസ്സലിവ് കാണിക്കണം, മനസ്സലിവ് ഉണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ ആ മനസ്സലിവ് ഉള്ള ഒരു ഹൃദയമായിരിക്കണം മഹാപുരോഹിതൻ. രണ്ടാമത്തെ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വഴിതെറ്റിപ്പോകുക. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും, ഇത് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യും. ഇതാണ് വഴിതെറ്റിപ്പോകുന്നത്. മനസ്സിലായോ? വഴിതെറ്റിപ്പോകുന്നത്. കാണാത്ത ആടുകളെപ്പോലെ
നാം എല്ലാവരും വഴിതെറ്റിപ്പോയിരുന്നു, വഴി മാറിപ്പോവുക, ഇടയൻ പറയുന്നതിൽ കൂടെ നടക്കാതെ പോകുക. അങ്ങനെയെങ്കിൽ ഈ മഹാപുരോഹിതൻ പറയുന്ന പോലെ നടന്നില്ലെങ്കിൽ മഹാപുരോഹിതൻ വാസ്തവമായിട്ട് എന്തുവാ ചെയ്യേണ്ടത്? കുഞ്ഞെ, നല്ലതാണ്, നിനക്ക് നന്മ വരണം എന്നാണോ പറയണ്ടേ? പിന്നെ പക്ഷെ ഈ മഹാപുരോഹിതനോട് ദൈവം കൽപ്പിച്ചൊരു കാര്യമുണ്ട്. കുഞ്ഞെ, നീ ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നീ അവരോട് മനസ്സലിവ് കാണിക്കണം. ഈ മനസ്സലിവ് അവർക്ക് വേണ്ടി ആരുടെ മുൻപാകെ? നിന്റെ മനസ്സലിയുടെ. പക്ഷെങ്കിൽ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തുവായിരിക്കണം അവസ്ഥ? എന്തോ ചെയ്യണം? ഞാൻ പറയുണ്ടായി, മോശയുടെ പ്രവർത്തനമാണ് ദ റൈറ്റ് വേ. എന്താ പറയുന്നത് മോശ ചെയ്തതോ? ഇസ്രായേൽ മക്കൾ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കിയപ്പോൾ മോശ പർവ്വതത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഈ പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടിയെ പൊടിച്ച് എന്ത് ചെയ്തു? ഇവരെ എല്ലാം ശരിയായിട്ട് കുടിപ്പിച്ചു. ഭയങ്കരമായിട്ടൊരു വഴക്കും ഒരു ബഹളമൊക്കെ അവിടെ നടത്തി. മേളിൽ ചെന്നിട്ടോ ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, അവരുടെ പാപം നീ അങ്ങ് ക്ഷമിക്കണം, അല്ലെങ്കിൽ നീ ഒരു കാര്യം, നീ എൻ്റെ പേര് ആ പുസ്തകത്തിൽ എന്താ ചെയ്തേ? മനസ്സിലായ? രണ്ട് വേ. മനസ്സിലായ? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഹൃദയം പ്രാപിച്ച ഒരു ദൈവ പൈതലിന് പോലും എത്രമാത്രം വഴിതെറ്റിപ്പോയ ഒരാടുമായിക്കൊള്ളട്ടെ, ആടിനു വേണ്ടി ദോഷമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റത്തില്ല. ഒരിടയനും അത് പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, ഇഷ്ടം പോലെ അൺവാണ്ടഡ് തിയോളജി കേട്ടിട്ടുണ്ട്. എന്നാ എതിർ പ്രാർത്ഥന. നിങ്ങൾക്കൊത്തിരി തിയോളജി നിങ്ങൾ അതിനെക്കുറിച്ച് കേട്ട് കാണും. ഒരു ദൈവ പൈതലിന് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് എതിർ പ്രാർത്ഥന, മറുപ്രാർത്ഥന. എത്രമാത്രം ദുഷ്ടനായിക്കൊള്ളട്ടെ, എത്രമാത്രം ദോഷിയായിക്കൊള്ളട്ടെ, ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയം പ്രാപിച്ചൊരു മനുഷ്യനോ ഒരിക്കൽ പോലും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ ജനത്തോട് അവർ കർക്കശമായിട്ട് ഇടപെട്ടാലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി മനസ്സലിയണം. ഇതാ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയതാ. ഈ വ്യവസ്ഥയെ മാറ്റുവാനായിട്ട് ആർക്കും സാധ്യമല്ല. ഇതൊരു മനുഷ്യൻ്റെ കഴിവുകൊണ്ട് അവൻ ചെയ്യുന്ന കാര്യമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വസിക്കുന്നത് കൊണ്ട് അവൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താ ഇവിടുത്തെ വിഷയം? മഹാപുരോഹിതനെ ദൈവം ആക്കി വെച്ചിരിക്കുമ്പോൾ ഈ മറുതലിച്ച് പോകുന്ന ഒരു കൂട്ടമുണ്ട്. പക്ഷേ ഈ ജനത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ ദൈവം മഹാപുരോഹിതനെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ മഹാപുരോഹിതൻ ഉണ്ടാകേണ്ട 3 പ്രധാനപ്പെട്ട ക്വാളിറ്റീസ് പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകാം. 3. അതിലൊന്ന്, he knew his own weakness. തൻ്റെ ബലഹീനത എന്തെന്നുള്ളത് താൻ മനസ്സിലാക്കി. അതിൻ്റെ 3-ാമത്തെ വാക്യം എബ്രായർ 9:5-3 വായിച്ചാട്ടുള്ളത്, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടവരുമാകുന്നു. അപ്പോൾ ഈ പുരോഹിതൻ്റെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? യാഗം കഴിക്കണം. എന്ന പോലെ ഈ ജനത്തിനു വേണ്ടി യാഗം കഴിക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് യാഗം കഴിക്കേണ്ടത്? താനും ബലഹീനത പൂണ്ടവനാണ്. ഒന്നാമത്, ഈ പുരോഹിതനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് അവൻ്റെ അവസ്ഥ എന്താണെന്ന് ശരിയായിട്ട് മനസ്സിലാക്കണം. ഹൂ ഈസ് ഹീ എന്നുള്ളത് മനസ്സിലാക്കണം. പലപ്പോഴും പലർക്കും സാധിക്കാത്തത് അവരാരെന്ന് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുവാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാനും അവർക്ക് സാധിക്കും. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ കറക്ഷൻ കടന്നു വരികയില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ദാവീദിൻ്റെ ജീവിതം ഞാൻ ഇതിന് ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നു. മനോഹരമായിരിക്കുന്ന ഒരു എക്സാമ്പിളോടുകൂടി, ഒരു ഉപമയോടുകൂടെ ദാവീദ് ചെയ്ത പാപത്തെക്കുറിച്ച് നാഥാൻ ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ ദാവീദ് സിംഹാസനത്തിൽ നിന്നുകൊണ്ട് ഒരു ഡിക്ലറേഷൻ കൊടുത്തു, ഒരു ജഡ്ജ്മെന്റ് കൊടുത്തു. ആ ജഡ്ജ്മെന്റ് മറ്റൊന്നുമല്ല, ആ മനുഷ്യൻ മരണയോഗ്യൻ. എന്നാൽ ദാവീദെ, നീ പോലും അറിഞ്ഞില്ല ഈ മനുഷ്യൻ അതല്ല നീയാണെന്നുള്ളത്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു? എന്താ ദാവീദേ നീ ഒരു ജഡ്ജ്മെന്റ് എടുക്കുവാൻ കാരണമെന്ന്? നീ നിന്നെ തന്നെ
ഒരു മുഖം മൂടിയിട്ട് വെച്ചു. ആ സെയിം തെറ്റ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നതാണ്, ആ സെയിം തെറ്റ് നീ ചെയ്തതാണ്. പക്ഷേ ആ സെയിം തെറ്റ് നീ ചെയ്തിട്ടും നിനക്ക് ശിക്ഷ കിട്ടാതെ നീ വേർപെട്ടിരിക്കുമ്പോഴും മറ്റുള്ളവനോ ആ ഒരു തെറ്റ് ചെയ്തുവെന്നോ നിന്നോട് പറഞ്ഞപ്പോൾ നീ അവനെ ക്രിട്ടിസൈസ് ചെയ്തു, നീ അവനെ കുറ്റം വിധിച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, വായ് ദാവീദ്, നിങ്ങൾ മനസ്സിലാക്കുന്നോ ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്? ദാവീദ് ശരിയായിട്ട് ബോധ്യപ്പെട്ട സമയം എന്ന് പറയുന്നത് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോഴാ. അരിമരക്ഷിതാവായ യേശുവിൻ്റെ ഒരു വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. കർത്താവായ യേശു പറഞ്ഞു, നിങ്ങൾ ഒരുവൻ്റെ കണ്ണിൽ കോലിരിക്കെ സഹോദരനോട് നില്ല്, നിന്റെ കണ്ണിലെ കരട് എടുത്തു കളയട്ടെ എന്ന് ഭഗവാൻ ആർക്ക് പറ്റും എന്ന് പറഞ്ഞാൽ, അന്നും അങ്ങനെയുള്ള വിദ്വാൻമാരുണ്ട്. കണ്ണിൽ കോലിരുന്നിട്ട് സഹോദരൻ്റെ കണ്ണിലെ കരട് തപ്പുന്നവൻ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം കണ്ണിൽ കോലിരിക്കെ ആ കോല് കാണുവാൻ സാധിക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്ന ആർക്ക് വ്യക്തി എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തിയെക്കുറിച്ച് ഞാൻ എൻ്റെ ഭാഷ ഒരു കാര്യം പറയും, ഇവനെക്കുറിച്ച് പോലും ബോധമില്ലാത്തൊരു വ്യക്തിയാണ്. ഇവൻ ആരാണെന്ന് ഇവൻ അറിയത്തില്ല, ഇവൻ എന്ത് ചെയ്യുന്നുവെന്നുള്ള ഇവൻ അറിയത്തില്ല, എങ്ങനെ പോകുന്നുവെന്ന് ഇവൻ അറിയത്തില്ല. കാണുന്നതെല്ലാം അവൻ 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 മനസ്സിലാക്കിയിരിക്കുന്ന വ്യവസ്ഥയ്ക്കനുസരണമായിട്ട് ന്യായം വിധിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യൻ. ഇന്ന് രാത്രി ഒരു ദൈവത്തിൻ്റെ പൈതലോട് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം ഒരു മഹാപുരോഹിതനെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുമ്പോൾ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്. ഹേ മഹാപുരോഹിതനെ, നീ ആരാണെന്ന് നീ തന്നെ മനസ്സിലാക്കണം. നീ ആരാണ് നീ തന്നെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ ഈ ജനത്തിനു വേണ്ടി നിനക്ക് മനസ്സലിയുവാൻ പറ്റത്തില്ല. ഞാൻ വിശുദ്ധന് ബാക്കിയെല്ലാം പാപിയാണെന്ന് ചിന്തയാണോ നമ്മുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ ഈ പാപിയാണെന്ന് കാണുന്നവരെ എല്ലാം കുറ്റപ്പെടുത്താൻ മാത്രമേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്നുള്ളൊരു ചിന്ത കടന്നു വരുമ്പോഴാണോ ആ പാപം ചെയ്തവർക്ക് വേണ്ടി മനസ്സലിയുവാൻ ഇടയാകുന്നത്. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? ഇവിടെ ദൈവം ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതപിപ്പാൻ കഴിയണമെങ്കിൽ മഹാപുരോഹിതനെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ ആണ്ടുതോറും 7-ാം മാസം 10-ാം തീയതി ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് പഞ്ഞിനൂൽ വസ്തുവുമായിട്ട് കടന്നു പോകുന്നുണ്ട്. അന്ന് നീ കയ്യിൽ ഒരു ആടിൻ്റെ രക്തവുമായിട്ടാണോ നീ കടന്നു പോകുന്നത്? എന്താ അതിൻ്റെ കാരണമെന്നറിയാമോ? നീയും പാപിയെന്ന് നിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തുകയാണ്. ഹോളി സ്പിരിറ്റ്, ദൈവമക്കളെ മനസ്സിലാക്കണം. എന്താ മഹാപുരോഹിതൻ അറിയേണ്ടത്? നിന്നെ തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിലുള്ള ശുശ്രൂഷ നിന്നെ കൊണ്ട് നിവർത്തിക്കുവാൻ സാധ്യമല്ല. കാണുന്നതിനെല്ലാത്തിനും ജഡ്ജ്മെന്റ് കൊടുക്കുന്ന വ്യക്തി ആരാണെന്നറിയാമോ? സ്വയമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കാത്തവൻ, സ്വയമായിട്ട് കാണുവാൻ സാധിക്കാത്തവൻ, സ്വന്തം വീക്ക്നെസ്സിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാത്തവൻ. ഒരുപക്ഷെ നിന്നിൽ ദ്രവ്യാഗ്രഹമില്ലായിരിക്കാം, ഒരുപക്ഷെ നിന്നിൽ മുൻകോപമായിരിക്കും ഉള്ളത്. എന്നാൽ ഒരു ദ്രവ്യാഗ്രഹിയോട് അവന് ജഡ്ജ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പ് നീ ഇങ്ങോട്ടൊന്ന് വിരൽ ചൂണ്ടും, എൻ്റെ ശിക്ഷ എന്താണെന്നുള്ളത്. ഈ ഒരു ചിന്ത കടന്നു വരുമ്പോൾ ജഡ്ജ്മെന്റ് അല്ല പോകുന്നത്. എൻ്റെ ദൈവമേ, ഞങ്ങൾ പാപികളാണോ? ദൈവത്തിന് മുൻപിൽ ആ ജനത്തിന് വേണ്ടി മനസ്സലിയുവാൻ ഇടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഭാഗം? ദൈവം തൻ്റെ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരു വ്യക്തിയെ വെച്ചിരിക്കുമ്പോൾ ദൈവം അവനിൽ കൂടെ ആഗ്രഹിച്ചു, നീ ആരാണെന്ന് നീ തന്നെ മനസ്സിലാക്കണം. നീ അത് മനസ്സിലാക്കാതെ നിനക്ക് ദൈവത്തിന് മുൻപാകെ നിൽക്കുവാൻ സാധ്യം 1-2-3 മിനിറ്റൂടെ മാത്രം. ഒന്ന്, ഫസ്റ്റ് തിങ് ഞാൻ പറയുണ്ടായി, ഹി ന്യൂ ഹിസ് ഓൺ വീക്ക്നെസ്. അവൻ അവൻ്റെ ബലഹീനത അറിഞ്ഞിരിക്കണം. അവൻ്റെ പാപത്തെ അവൻ മനസ്സിലാക്കണം. രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്, ഹു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഹിംസെൽഫ്. തന്നെ തന്നെ മനസ്സിലാക്കണം, തന്നെ തന്നെ അവൻ മനസ്സിലാക്കണം. 3, നമ്മുടെ അവസ്ഥ, ഹൗ വി ആർ എന്നുള്ളത് മനസ്സിലാക്കണം. മനസ്സല്ലിയുടെ ഞാൻ പറയുണ്ടായി, ഇതിനകത്ത് വഴിതെറ്റി പോകുന്നവരുണ്ട്, ഇത് അറിയാതെ പോകുന്നവരുണ്ട്. പക്ഷെങ്കിൽ ഇവരോട് ഒന്ന് മനസ്സലിയണമെങ്കിൽ എന്തുണ്ടാകണം?
മനുഷ്യനിൽ എന്തുണ്ട് എന്നുള്ളത് താൻ തന്നെ മനസ്സിലാക്കണം. എന്താ ആഫ്റ്റർ ഓൾ മനുഷ്യനിൽ? ഇതൊന്ന് മനസ്സിലാക്കാമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ദൈവസന്നിധാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവം തന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു മനസ്സലിവോടുകൂടെ ജനത്തിന് മധ്യസ്ഥ വഹിപ്പാൻ സാധിക്കും. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മഹാപുരോഹിതൻ്റെ ജഡത്തിൻ്റെ ബലനിമിത്തം മഹാപുരോഹിതന് മാക്കത് സാധ്യമായില്ല. ഒരു ഏലി പുരോഹിതൻ തൻ്റെ മുൻപിൽ കടന്നു വന്ന സ്ത്രീയുടെ കണ്ണുനീരിൻ്റെ വിലയെന്തെന്ന് ഏലി പുരോഹിതൻ മനസ്സിലാക്കുവാൻ സാധ്യമായില്ല. കാരണം അവൻ ജഡമനുഷ്യനായതുകൊണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ എന്നെയും നിങ്ങളെയും ഉള്ളതുപോലെ അറിയാവുന്ന ഒരു നല്ല കർത്താവ്, എന്നെയും നിങ്ങളെയും ആയിരിക്കുന്ന പോലെ അറിയാവുന്ന ഒരു നല്ല യേശു, ഇന്ന് വാസ്തവത്തിൽ അവൻ ദൈവമായിട്ടല്ല ലോകത്തിലേക്ക് കടന്നു വന്നത്, സാക്ഷാൽ മനുഷ്യനായിട്ട് ഈ ലോകത്തിൽ കടന്നു വന്ന് എനിക്കും നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നതുകൊണ്ട്, എന്നെയും നിങ്ങളെയും പോലെ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട്, എനിക്കും നിങ്ങൾക്കൊരു നല്ല മഹാപുരോഹിതൻ സ്വർഗ്ഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്തത് ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് ബാലശിക്ഷ അവൻ തന്നാലും വേണ്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിന്നിട്ട് ദൈവത്തോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ, പിതാവേ, ഇവരോട് നീ ക്ഷമിക്കണമേ, ഇവരുടെ പാപത്തിന് വേണ്ടിയാണ്